നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടം. മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശികളായ മുനീറ, മോഹിസ് ഇദാൻ എന്നിവരാണ് മരിച്ചത്. മുനീറിന് 30 വയസ്സാണ്, മുനീറയ്ക്ക് 45 വയസ്സാണ്, മോഹിസ് ഇദാൻ 3.5 വയസ്സാണ്. ഊട്ടിയിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്ന 7 അംഗ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 3 ജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ടായത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ബാക്കി 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറിലുണ്ടായിരുന്ന കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും ഫയർഫോഴ്സ് പോലീസും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് കാർ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. അതേസമയം വാൽപ്പാറ അപകടമൊക്കെ നമുക്ക് മുന്നിൽ വലിയൊരു നോവായിട്ട് നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കർണാടക ഗുണ്ടൽപേട്ടിൽ മറ്റൊരു വാഹന അപകടം മലയാളികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിച്ച വലിയൊരു അപകടമായിരുന്നു വാൽപ്പാറയിൽ നടന്നത്. അതായത് വാഹനം ഹെയർപിൻ ഇറങ്ങി വരവേ നിയന്ത്രണം തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയുണ്ടായി. 10 പേരാണ് അപകടത്തിൽ മരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാങ് ഗ്രാമത്തിനെ വളരെയധികം നടുക്കിയ ഒരു വാർത്തയായിരുന്നു അത്. ഒരു സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ ഡ്രൈവർ അടക്കമുള്ളവരൊക്കെ ഒരു വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. ആ വിനോദയാത്രയാണ് വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചത്. എന്തായാലും വളരെയധികം വേദനാജനകമായ അപകടമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കിയ അപകടം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക ഗുണ്ടൽപേട്ടിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മലയാളികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോയവർക്കാണ് ഈ അപകടമുണ്ടായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്താണ് അപകടത്തിലേക്ക് നയിച്ച സംഭവം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായി നിൽക്കുകയാണ്. അതേസമയം വാൽപ്പാറ അപകടത്തിൽ മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകരും ജീവനക്കാരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞുണ്ടായ അപകടമാണ്. അതിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ മരണമടഞ്ഞ 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. വാൽപ്പാറ അപകടത്തിൽ മരിച്ച സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഹിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം അനുവദിക്കുന്നത്. അപകടത്തിൽ ജീവൻ നഷ്ടമായ അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് എന്നിവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.